IPL-ൽ രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫിൽ ലക്നൌവിനെ ഡൽഹി പരാജയപ്പെടുത്തിയതോടെയാണ് രാജസ്ഥാൻ പ്ലേ ഓഫ് ഉറപ്പിച്ചത്. പ്ലേ ഓഫ് ഉറപ്പിക്കുന്ന രണ്ടാമത്തെ ടീമാണ് രാജസ്ഥാൻ. നേരത്തെ കൊൽക്കത്ത പ്ലേ ഓഫ് ഉറപ്പിച്ചിരുന്നു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മറ്റു വിവരങ്ങൾ നൽകാനായി ഹരി ഗോവിന്ദ് ചേരുന്നുണ്ട്. ഹരി, കൊൽക്കത്തയ്ക്ക് പിന്നാലെ പ്ലേ ഓഫിലേക്ക് എത്തുന്ന രണ്ടാമത്തെ ടീമായി മാറിയിരിക്കുകയാണ് രാജസ്ഥാൻ. എങ്ങനെയായിരുന്നു രാജസ്ഥാന്റെ പ്ലേ ഓഫ് പ്രവേശനം? ഒപ്പം തന്നെ ഇന്നത്തെ ഡൽഹി ലക്നൌ മത്സരത്തെ എങ്ങനെ വിലയിരുത്താം? അനിഷ, IPL ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തിയോടാണ് രാജസ്ഥാന്റെ പ്ലേ ഓഫ് പ്രവേശം. നമുക്കറിയാം, ഈ സീസൺ തുടക്കം മുതൽ തന്നെ മികച്ച പ്രകടനമാണ് രാജസ്ഥാൻ പുറത്തെടുത്തുകൊണ്ടിരുന്നത്. അനായാസം പ്ലേ ഓഫിലേക്ക് രാജസ്ഥാൻ എത്തുമെന്ന് കരുതിയെങ്കിലും ഈ സീസൺ അവസാനത്തോടെ അവസാന 3 മത്സരങ്ങൾ രാജസ്ഥാൻ തോൽവി വഴങ്ങിയിരുന്നു. ഇത് ആരാധകർക്കിടയിൽ വളരെ വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. രാജസ്ഥാൻ പ്ലേ ഓഫിലേക്ക് എത്തുമോ എന്നുള്ള സംശയങ്ങൾ പോലും ഉദിച്ചിരുന്നു. നാളെ നിലവിൽ പഞ്ചാബുമായി രാജസ്ഥാന് മത്സരം ഉണ്ടായിരുന്നു. ഇന്ന് നടന്ന മത്സരം ഡൽഹിക്ക് വിജയിക്കാനായത് രാജസ്ഥാന് വളരെ ആശ്വാസമായി. ലക്നൗ വിജയിച്ചിരുന്നെങ്കിൽ നാളെ നടക്കുന്ന മത്സരം രാജസ്ഥാന് നിർണായകമായേനെ. ഇതിപ്പോൾ ഈ പ്ലേ ഓഫ് ഉറപ്പിച്ചതുകൊണ്ട് നാളെയും അതിനുശേഷം 19-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാന് ജയിക്കാനായി കഴിഞ്ഞാൽ പ്ലേ ഓഫിൻ്റെ ആദ്യ 2 സ്ഥാനങ്ങളിലേക്ക് എത്താൻ പറ്റും. അത് രാജസ്ഥാന് വളരെ ആശ്വാസം നൽകും. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് നടന്ന മത്സരത്തിൽ ഡൽഹി വളരെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. 209 റൺസാണ് ആദ്യം ബാറ്റ് ചെയ്ത് ഡൽഹി നേടിയത്. ശേഷം മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ലക്നൌവിന് ആ വിജയലക്ഷ്യം മറികടക്കാനായില്ല. അത് രാജസ്ഥാന് ആശ്വാസം നേർന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. അനീഷ, ഹരി, അതോടൊപ്പം തന്നെ നാളെ പഞ്ചാബിനെതിരെ രാജസ്ഥാൻ ഇറങ്ങുന്നുണ്ട്. ആ മത്സരം ഒരുപക്ഷെ ഇന്നത്തെ മത്സരം ലക്നൗ ജയിച്ചിരുന്നുവെങ്കിൽ അത് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാവുമായിരുന്നു. പക്ഷേ നാളെ രാജസ്ഥാൻ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ടീമിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം കുറെ കൂടി കൂളായി നാളത്തെ മത്സരത്തെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമല്ലോ. അപ്പോൾ നാളത്തെ ടീമിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അനീഷ, മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇല്ല എന്ന് വേണം പറയാൻ. കാരണം രാജസ്ഥാൻ പ്ലേ ഓഫ് ഉറപ്പിച്ചുവെങ്കിലും ആദ്യ 2 സ്ഥാനങ്ങളിൽ എത്തുക എന്നുള്ളത് വളരെ നിർണായകമായ കാര്യമാണ്. കാരണം ആദ്യ 2 സ്ഥാനങ്ങളിൽ എത്തുന്ന ടീമുകൾക്ക് ആദ്യത്തെ പ്ലേ ഓഫിൽ തോറ്റാലും പിന്നീട് ഒരു മത്സരത്തിൽ കൂടെ അവസരം ലഭിക്കും. ക്വാളിഫയർ 2 കളിക്കാനുള്ള അവസരം ലഭിക്കും. അത് ഫൈനലിലേക്ക് എത്താൻ രണ്ടാമതൊരു അവസരം കിട്ടുന്നത് പോലെയാണ്. അതിനാൽ രാജസ്ഥാൻ എന്തായാലും അടുത്ത 2 മത്സരങ്ങൾ 15-ാം തീയതി, അതായത് നാളെ പഞ്ചാബിനെതിരായുള്ള മത്സരവും അതിനുശേഷം 19-ാം തീയതി നടക്കുന്ന മത്സരവും വിജയിച്ച് ആദ്യ 2 സ്ഥാനങ്ങൾ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാവും ഇറങ്ങുന്നത്. അതിനാൽ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് വേണം പറയാൻ.